town to town, from London to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. ഹലോ ഗായ്സ്, വെൽക്കം ടു ദ സ്ട്രീം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് വാർഗോഡ് ലൈറ്റ് വാർഫെയറുമായിട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത്. നമ്മുടെ മെമ്പേഴ്സ് എല്ലാം അവിടെ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ സെറ്റായിട്ട് ഇപ്പോൾ ഫിനിക്സ് ഡീമൻ വീക്ക് ന്യൂബ് ആൻഡ് ആസ്ട്രയാണ് കയറിയിരിക്കുന്നത് ഫിനിക്സിന് വേണ്ടി. പി എക്സിലെ മെമ്പേഴ്സായിട്ട് ഡ്യൂഡ്, അബ്സോർബർ, ഷെദാം ആൻഡ് പങ്ക് കയറിയിട്ടുണ്ട്. റെഡക്സ് ടീമിന് വേണ്ടി സോൾ, ഇബിലീസ് ആൻഡ് ഏസ് അവിടെ കയറിയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോയ്ക്ക് വേണ്ടി കില്ലുവ, റെയിൻ ആൻഡ് ഹോഗ് റൈഡർ, മാഡ് മാക്സ് എല്ലാമാണ് കയറിയിരിക്കുന്നത്. 1x ടീമിന് വേണ്ടി അവിടെ സൈക്ലോപ്സ്, സ്റ്റോംബ് ആൻഡ് എഡ്ഗർ കയറിയിട്ടുണ്ട്. WTFന് വേണ്ടി ജിപ്സി, ആക്സി ആൻഡ് റോഡേഴ്സ് അവിടെ കയറിയിട്ടുണ്ട്. നമ്മുടെ ബ്രൂട്ടൽ ടീമിന് വേണ്ടി താസ്, വിസി, ഡാഫി ആൻഡ് സ്റ്റോണറാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധ MTX ടീമിന് വേണ്ടി നമ്മുടെ റേഗൾ, ബുദ്ധ ആൻഡ് ഗോട്ടി, ജോൺ ക്ലാൻ എല്ലാം കയറിയിട്ടുണ്ട്. B4M ടീമിന് വേണ്ടി എംപറർ, ഡിസ്പാറ്റർ, സോൾട്ടി ആൻഡ് റിയാസ് കയറിയിരിക്കുന്നത്. ZRM ടീമിന് വേണ്ടി ഗോളം, ക്യാപ്റ്റൻ, ഡാർക്ക് ആൻഡ് റീപ്പാണ് കയറിയിരിക്കുന്നത്. അതേമാതിരി LX ടീമിന് വേണ്ടി നിഞ്ച, ARL, ഹൂളിഗൻ ആൻഡ് സ്നൈപ്സ് അവിടെ കയറിയിട്ടുണ്ട്. SN4ന് വേണ്ടി വ്ലൂപ്റ്റ്, ടർഗോ, BTC, ബിലീവർ എല്ലാം കയറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ AKC ടീമിന് വേണ്ടി ക്രൈലോ, ബോസ് ആൻഡ് ചേസ് കില്ലർ അവിടെ കയറിയിട്ടുണ്ട്. NOT ടീമിന് വേണ്ടി സ്റ്റഫ്, കിക്ക്, ഫിഗിൻ ആൻഡ് പോയിസൺ അവിടെ കയറിയിരിക്കുന്ന. അപ്പോൾ ഇവോ ടീമിന് വേണ്ടി ഇവോ പ്രിൻസ്, ഇവോ എഫ്സി, ഇവോ റെയിൻ ആൻഡ് അസാസിനാണ് കയറിയിരിക്കുന്നത്. ഇവോ ടീമിന് വേണ്ടി കയറിയിരിക്കുന്നത്. അപ്പം F1 ടീമിന് വേണ്ടി മാഡ്മാൻ, HTC10, നോവ ആൻഡ് ബെയിൻ കയറിയിട്ടുണ്ട്. സൈക്ലോൺ, ആഷസ് ടീമിന് വേണ്ടി കയറിയിരിക്കുന്നത് സൈക്ലോൺ, വെനം, ഇവിൾ ആൻഡ് ക്യാപ്റ്റനാണ്. അപ്പം സൈക്ലോണിലെ മെമ്പേഴ്സിനെ നിങ്ങൾക്കെല്ലാം കാണാം. ബ്ലൈൻഡ് ടീമിന് വേണ്ടി ബ്ലൈൻഡ് വില്യംസ്, പിന്നെ എന്തുവാ പേരെന്ന് മനസ്സിലാവുന്നില്ല, ബ്ലൈൻഡ് ഐഡിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവോസ് ആൻഡ് ഡാഡി അവിടെ കയറിയിട്ടുണ്ട്. LMX ടീമിന് വേണ്ടി സൈക്കോ, ബീറസ്, ഗോസ്റ്റ് ആൻഡ് ഫാൽക്കൺ അവിടെ കയറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ടീകോ ടീമിന് വേണ്ടി ഹബീബി, ജീൻ ആൻഡ് ഡയബോളിക് ആൻഡ് സ്കോച്ച് കയറിയിട്ടുണ്ട്. DEC ടീമിന് വേണ്ടി കില്ലേഴ്സ്, ഹോണറ്റ്, കരൻ ഒക്കെ അവിടെ നമ്മുടെ കയറിയിരിക്കുന്നത്. വാർഗോ ടീമിന് വേണ്ടി അവിടെ സാംസൺ, മെർമൻ, കിൽറാറ്റ് ആൻഡ് ലാവൻഡർ കയറിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റ് ലൈനപ്സ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. 84 പേര് മെമ്പേഴ്സ് ഓൾറെഡി കയറിയിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം 1xന് വേണ്ടി യദു കൂടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1xലെ മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. അതോടുകൂടി കറൻ്റ് 4 പേര് വാച്ചിങ് ഉണ്ട്. അപ്പോൾ കയറി വരുന്ന ആരെങ്കിലും ഇനിയും സബ് ചെയ്താത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക. 700 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പോൾ 700 പേര് എത്തുകയാണെങ്കിൽ മനോഹരമായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മുടെ ബാക്കി മെമ്പേഴ്സ് എല്ലാം കയറി വരുന്നേ ഉള്ളൂ. 8 മെമ്പേഴ്സ് കൂടെ ബാലൻസ് ഉണ്ട്. ബാക്കി നോക്കുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ടാവാൻ പോകുന്നുണ്ട്.
നമ്മുടെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ടാകും. നമ്മൾ മാച്ചിലേക്ക് കയറുകയാണ്. ടീ ഗോഡ് ഉയർ എന്ന് പറയുന്നുണ്ട്. ഓഗ്രി അവിടെ എത്തിയിട്ടുണ്ട് ടീ ഗോഡിന് വേണ്ടി. ഓഗ്രിയാന്ന് തോന്നുന്നു അല്ലേ, കറക്റ്റായിട്ടാന്ന് തോന്നുന്നു പറഞ്ഞേക്കുന്നത്. അർജുൻ ക്ഷമിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തിരുത്തുക തെറ്റാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ മെമ്പേഴ്സ് ഒക്കെ വന്നേക്കുകയാണ്. ടീ ഗോഡ് ഉയർ എന്ന് പറയുന്നുണ്ട്. ടീ ഗോഡിൻ്റെ സപ്പോർട്ടുമായിട്ട് കില്ലർ എത്തിയിട്ടുണ്ട്. അപ്പോൾ വൈകട്ടിയാണ് നമ്മുടെ ഇന്നത്തെ മാപ്പ്. നമ്മുടെ മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഫിനിക്സ് ടീം അവിടെ സെറ്റായിട്ടുണ്ട്, PX ടീം അവിടെ സെറ്റായിട്ടുണ്ട്, അതേമാതിരി റെഡ് എക്സ് ടീം മെമ്പേഴ്സ് സെറ്റായിട്ടുണ്ട്, ഗ്രൗണ്ട് സീറോ സെറ്റാണ്, 1X സെറ്റാണ്, WTF സെറ്റാണ്, ബ്രൂട്ടൽ ടീം സെറ്റാണ്, MTX ടീം അവിടെ സെറ്റാണ്, B4M ടീം സെറ്റാണ്, ആൻഡ് ZRM ടീം സെറ്റാണ്, LX ടീം SN4 ആൻഡ് AKC ടീം അവിടെ സെറ്റായിട്ടുണ്ട്. NOT ടീമിന് വേണ്ടി NOT പോയിസൺ, ഇവോ FC, അതേമാതിരി തന്നെ നോവ, ബെയിൻ, അതെ ടീ ഗോഡ്, LMX, ബ്ലൈൻഡ്, ആഷസ് ആൻഡ് DEC, വാർഗോഡ് എല്ലാം ടീമുകളാണുള്ളത്. 700 മതി സബ് ഞാനാക്കി. താങ്ക് യു ടീ ഗോഡ് ഓഗ്രേ. 700 ആക്കി അല്ലേ, താങ്ക് യു. അപ്പോൾ താങ്ക് യു നമ്മുടെ ടീ ഗോഡ് ഓഗ്രേ അവിടെ 700 സബ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഗ്രോസ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഹോഗ് റൈഡർ ടീം ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ കാണാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. ZRM ടീമിലെ മെമ്പേഴ്സ് അവിടെ ഓൾറെഡി ജമ്പ് എടുത്തിട്ടുണ്ട്. സ്വിമ്മിംഗ് ഫാക്ടറി ഏരിയയിൽ കൂടെ പെഷോക്ക പോകാനുള്ള ലക്ഷ്യമായിരിക്കുമെന്ന് തോന്നുന്നു. ടീം നമ്പർ 8 അതോടൊപ്പം തന്നെ ജമ്പ് ചെയ്തിട്ടുണ്ട്. ടീം നമ്പർ 16 അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. DCയിലെ മെമ്പേഴ്സ് ആൻഡ് ടീം നമ്പർ 14 SN4 അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. അതേമാതിരി WTFിലെ മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. നമ്മുടെ MTX ടീം അവിടെ ചാടിയിട്ടുണ്ട്. അവിടെ ഓഗ്രേ സെറ്റ്. അടിപൊളി. അപ്പോൾ എന്തായാലും പറഞ്ഞത് ശരിയാണ്. ഓക്കെ, അപ്പോൾ 69 അതല്ലേ 69th ആൾ ഓഫ് ടീ ഗോഡ് 69. ഓക്കെ, ഞാൻ ഇന്നലെ ഗണേഷ് പറയുന്നത് ഓർക്കുന്നു. അപ്പോൾ G9 അല്ല 69 അല്ലേ. ഓക്കെ ബ്രോ, അത് പക്ഷേ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ അത് 69 വായിക്കില്ല, നമ്മൾ G9 തന്നെ വായിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ മെമ്പേഴ്സ് എല്ലാം അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആര് തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും ആദ്യം നടക്കുന്നത്? പെഷോക്ക ഏരിയയിൽ 2 ടീംസിനെ, AKCനെ ആൻഡ് ടീം ZRMനെ കാണുന്നുണ്ട്. പെഷോക്ക ഏരിയയിലായിരിക്കും ആദ്യത്തെ 5 സ്റ്റാർ. വാർഗോഡ് എൻ്റെ സ്ഥലത്തായിരിക്കും. അപ്പോൾ വില്ല ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വേക്കൻ്റ് ആണ്. അപ്പോൾ മൂവാത്ര ഏരിയയിലൊക്കെ കുറേയധികം ടീമുകൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഗ്രൗണ്ട് സീറോനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പോർട്ട് ഏരിയയിലോട്ട് പോകുന്നുണ്ട്. DCയിലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. ആ DC ഫസ്റ്റ് ഫൈറ്റ് എടുത്തിട്ടുണ്ടോ? DCയിലെ അടുത്ത് മെമ്പേഴ്സ് ഒന്നും കാണുന്നുമില്ല. അവരവിടെ ഫൈറ്റ് എടുത്തതായിട്ട് കാണുന്നുണ്ട്. ടീ ഗോഡ് 69 ഫാംസ് റിപ്പോർട്ട് ഹിയർ. ഓക്കെ, ടീ ഗോഡ് 69 ഫാൻസ് അവിടെ എത്തിയിട്ടുണ്ട്. സന്ദീപ് നീലമന അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും സന്ദീപ് നീലമന, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ നമ്മുടെ LXൻ്റെ അടുത്തേക്ക് പോകാം. അവിടെ 3 ടീം മെമ്പേഴ്സ് ഉണ്ട്. LXൻ്റെ അടുത്ത് 3 ടീമുകളെ കാണുന്നുണ്ട്. ടീം നമ്പർ 6നെ കാണുന്നുണ്ട്. PX ടീം ആൻഡ് 1X ടീമിനെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ 3 ടീമുകൾ തമ്മിലുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പങ്ക് അവിടെ ഓൾറെഡി നല്ല ഡാമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അബ്സോർവർ PX അവിടെ 1Xലെ എഡ്ഗറിനെ അവിടെ ഡൗൺ ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബ്സോർവർ ഒരു ദാക്ഷിണ്യം കൊടുത്തിട്ടില്ല, ഇറങ്ങിയ പാടെ അങ്ങ് കുറ്റാവുകയാണ്. 1Xലെ ടോംബ് അവിടെ പങ്ക് PXന് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തിരിച്ചു അടിച്ചിട്ടുണ്ട്. 1Xലെ യദു അവിടെ നിൽക്കുന്നുണ്ട്. യദു അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 1 HP യദു നിൽക്കുന്നത്. 1Xലെ ടോംബ് അവിടെ ഡൗൺ ആണ്. അപ്പോൾ അബ്സോർവർ PXനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം പങ്ക് PX അവിടെ ഡൗൺ ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അബ്സോർവർ PX അവിടെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ സൈക്ലോക്സ് അവിടെ യദുവിനെയൊക്കെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെസാം PX അവിടെ നല്ല ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഡ്യൂഡ് മാത്രമേ ഉള്ളൂ ഇനിയും PX ടീമിന് വേണ്ടി ബാലൻസ് ഉള്ളത്. അപ്പോൾ ഡ്യൂഡ് അവിടെ സംഭവം നിൽക്കുകയാണ്. ഡ്യൂഡിനെ നോക്കുകയാണെങ്കിൽ ഡ്യൂഡ് അവിടെ സർവൈവ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഡ്യൂഡേ ഡ്യൂഡ് അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1Xലെ മെമ്പേഴ്സ് അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഫൈറ്റ് ഇവോ ആഷസ് ടീം ആൻഡ് ഇവോയുടെ ഫൈറ്റ് അവിടെ തുടങ്ങുന്നത്. LX ടീം അവിടെ തേർഡ് പാർട്ടി എടുക്കാൻ മനോഹരമായിട്ട് ഓടി എത്തുന്നുണ്ട്. LXൻ്റെ സ്നൈപ്സ് അവിടെ ഓടി ചെല്ലുന്നുണ്ട്. സ്നൈപ്സിനെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫയർ കൊടുത്തിട്ടുണ്ട്. ഡ്യൂഡ് PX LXലെ ARL അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഡ്യൂഡിനെ വീണ്ടും ഡൗൺ ചെയ്തിട്ടുണ്ട്. ഷെസാം അവിടെ റിവൈവ് ഒക്കെ ആയിരുന്നു, പക്ഷേ അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LMX ടീം ആൻഡ് ബ്ലൈൻഡ് ടീമിൻ്റെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് ടീം അവിടെ LMX ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തത്. ആദ്യം തന്നെ 4 കില്ലൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ് ബ്ലൈൻഡിലെ മെമ്പേഴ്സ്. അപ്പോൾ വീണ്ടും നമുക്ക് ടീം നമ്പർ 12ൻ്റെ അടുത്തേക്ക് പോകും. LX ടീമിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ LX ടീം ഇപ്പോഴും ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ബ്ലൈൻഡിലെ ടീം മെമ്പേഴ്സ് അപ്പോൾ LMXലെ പ്ലെയറിനെ കൊന്നതിൻ്റെ ഒരു ഇതാണ് വരുന്നത്. 1Xലെ സൈക്ലോപ്സിനെ LXലെ സ്നൈപ്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം 1Xലെ ഇനി ടോംബ് മാത്രമേ ഉള്ളൂ. യദു അവിടെ ഡൗൺ ആണ്. നമ്മുടെ PXലെ മെമ്പേഴ്സ് നോക്കാം. 701 സബ് ആക്കിയിട്ടുണ്ട് ബ്രോ. താങ്ക് യു ബ്രോസ്, നിങ്ങൾ മുത്താണ്, നിങ്ങൾ പൊളിയാണ്.
ഓക്കെ, ടോം തോമസ് 69 അല്ല, G9 ആണ്, പാവത്തിനെ കളിയാക്കുന്നതാണ്. ഓക്കെ ബ്രോ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ 1X യദു അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട്. പിന്നെ അപ്പോൾ നമ്മുടെ LX ബാക്കി മെമ്പേഴ്സിനെ നോക്കാം. LX സ്നൈപ്സ് ആൻഡ് LX ARലാണ്. ഹൂളിഗൻ അവിടെ സ്പോട്ട് ചെയ്തിട്ട് ഷസാമിലെ മെമ്പറിനെ ഔട്ട്. സ്നൈപ്സ് അവിടെ മേളിൽ നിന്ന് ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്നൈപ്പ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫയർ കൊടുത്ത് ഡ്യൂഡ് PXന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. ഷസാമിനെ ഡ്യൂഡിനെ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കി മാപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഫൈറ്റ് നടക്കുന്നത് വാർഗോഡ് ടീമിൻ്റെ അടുത്ത് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. വാർഗോഡ് ആൻഡ് നമ്മുടെ റെഡക്സ് ടീം തമ്മിലുള്ള ഫൈറ്റ് ആദ്യം തന്നെ ഓൺ ആയിട്ടുണ്ട്. റെഡക്സിലെ 3 മെമ്പേഴ്സാണ്. സോൾ റെഡക്സ് ഒക്കെ അവിടെ ഡൗൺ അയക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാർഗോഡിലെ മെർമൻ അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. കിൽ റൈറ്റ് ആണ് തോന്നുന്നു അടുത്തുള്ളത്. കിൽ റൈറ്റിനെ സ്പോട്ട് ചെയ്യാം. കിൽ റൈറ്റ് അവിടെ അടുത്ത് ലൂട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇവരെവിടെയാണ് ഈ മെമ്പേഴ്സിനെ ഡൗൺ ചെയ്തേക്കുന്നത്? ഓക്കെ, സോൾ റെഡക്സ് നന്നേ ദൂരത്തിലായിരുന്നു. അപ്പോൾ റെഡക്സിലെ മെമ്പേഴ്സ് ഇബിലീസും നമ്മുടെ ഏസറും ഒക്കെ നല്ല ദൂരത്തിലായിരുന്നു. അപ്പോൾ എങ്ങനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു എന്നറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അവർ എന്തായാലും LXലെ സൈക്ലോപ്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് 1Xലെ സൈക്ലോപ്സിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി ടീമിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ WARGOD മെമ്പേഴ്സ് എവിടെ പോയേക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ WARGODിനെ നോക്കുകയാണെങ്കിൽ WARGOD മെമ്പേഴ്സ് ഒന്ന് സ്പ്ലിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. G9 ഡയബോളിക്സ് കോച്ച് ആൻഡ് ഹബീബി എല്ലാം ഓടി നടക്കുന്നുണ്ട്. അവർ അവിടെ എനിക്കൊന്ന് സ്ഥലപ്പേരൊന്നും ചോദിക്കരുത്, കോൾ മൈനിന് ഒക്കെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആഷസ് ടീമിൻ്റെ അടുത്ത് ഇവോ ടീമുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ആഷസ് ആൻഡ് ഇവോയിലെ ഒരു മെമ്പേഴ്സിന് ആദ്യം തന്നെ ഡൗൺ ആയിരുന്നു. സോറി ഗൈസ്. അപ്പം ആഷസ് ഈവിൽ അവിടെ ഇവോ പ്രിൻസിൻ്റെ അടുത്തേക്ക് കയറുന്നുണ്ട്. ഇവോ പ്രിൻസ് അവിടെ ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇവോ പ്രിൻസ് ഒരു ഫയർ കൊടുക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആഷസ് വെനത്തിനെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവോസിലെ ബാക്കി മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആഷസിലെ അടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ 69 നിസാം 69 ആണ്. 69 എന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും സബ് ചെയ്യും. അയ്യോ എൻ്റെ പൊന്നു മക്കളെ, WARGOD G9 ഫാൻ ഒക്കെ. എന്തായാലും നമുക്ക് നോക്കാം. ഡാൻസ് കളി മോനൂസെ, ഡാൻസ് കളി. എന്തായാലും WARGODിലെ മെമ്പേഴ്സ് അവിടെ അവിടെ ഫൈറ്റിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആഷസ് വെനം അവിടെ സ്പ്രേ കൊടുക്കുന്നുണ്ട്. ഇവോ പ്രിൻസിൻ്റെ എതിരെ അവിടെ സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവോ പ്രിൻസ് അവിടെ ഓടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവോ പ്രിൻസിനെ സ്പോട്ട് ചെയ്ത് ആഷസ് വെനം അവിടെ സ്പ്രേ കൊടുത്തുണ്ട്. സൈക്ലോൺ ആഷസിന് നല്ല ഡാമേജ് ഒക്കെ കിട്ടി നിൽക്കുന്നു. ബാക്കി ഇവോയിലെ മെമ്പേഴ്സ് അവിടെ അടുത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ആഷസ് മെമ്പേഴ്സ് അവിടെ ഇവോയുമായിട്ടുള്ള ഫൈറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ WARGODിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. അപ്പം ബാക്കി D4Lലെ മെമ്പേഴ്സ് അവിടെ നമ്മുടെ മാഡ്മാൻ ടീം F1 ടീമിൻ്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഫിനിക്സ് ടീമിൻ്റെ അടുത്തേക്ക് ബ്ലൈൻഡ് ടീം കയറി വരുന്നുണ്ട്. ബ്ലൈൻഡ് ടീം ആൻഡ് ഫിനിക്സ് ടീമിൻ്റെ ഫൈറ്റ് എപ്പോൾ വേണമെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരി, G9 അല്ല 69 ആണ്. ഓക്കെ ബ്രോ. അപ്പോൾ WTF ടീം, നമ്മുടെ ബ്രൂട്ടൽ ടീം എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ സോൺ എക്സ്ട്രീം നോർത്തായിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. എക്സ്ട്രീം നോർത്തിൽ നമ്മുടെ മാപ്പും വിട്ട് പോയേക്കുന്ന രീതിയിലാണ് സോൺ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ അരഭാഗം മാത്രമേ ഉള്ളൂ തൽക്കാലം ഇപ്പോൾ സോണിൽ നിൽക്കുന്നത്. അപ്പോൾ വാർഗോഡും റെഡക്സിൻ്റെ ഫൈറ്റും ഇതുവരെ ഓൺ ആയിട്ടില്ല. ബാക്കി മെമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി ഫൈറ്റോടെ നോക്കാമല്ലേ. പോവല്ലേ എന്ന് പറയുന്നുണ്ട്. ഗ്രൗണ്ട് സീറോ എന്ന് പറയുന്നുണ്ട്. GC മെമ്പേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ബ്രോ GC മെമ്പേഴ്സിനെ ഞാൻ ഇന്ന് കണ്ടില്ലല്ലോ. ഓക്കെ, ടീം നമ്പർ 5 ആ ഒരു പോർട്ട് ഏരിയയിലാണ്. ഓക്കെ, പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. വാർഗോഡുമായിട്ടുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെഡക്സിലെ മെമ്പേഴ്സ് GC മെമ്പേഴ്സും കംപ്ലീറ്റ് പോർട്ട് ഏരിയയിൽ ഒറ്റയ്ക്ക് ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് വാർഗോഡിൻ്റെ ഫൈറ്റിലേക്ക് പോകാം. വാർഗോഡ് ആൻഡ് റെഡക്സിൻ്റെ വാർഗോഡ് സാംസൺ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വാർഗോഡിലെ മെമ്പേഴ്സിനെ ആദ്യം തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വാർഗോഡിലെ മെർമൻ അവിടെ സാംസൺ ഒരു റിവൈവ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ PB റെഡക്സ്, എക്സർ റെഡക്സ്, സോൾ റെഡക്സ് അവിടെ ഒരു കോണിൽ വെച്ച് ആഷസ് ഇവോ പ്രിൻസിനെ ഇവോ അസാസിനെ സൈക്ലോൺ ആഷസും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇബ്ലീസ് എക്സ്ട്രീം ടോപ്പിൽ നിൽക്കുകയാണ്. അപ്പം വാർഗോഡ് സാംസൺ അവിടെ റിവൈവ് ആവുന്നുണ്ട്. ഇതെന്താ തിരിച്ചു പോയത്? അപ്പോൾ എന്തായാലും വാർഗോഡിലെ മെമ്പേഴ്സ് റിവൈവ് ആവുന്നതോടുകൂടി അവിടെ വാർഗോഡ് ഒരു ഫൈറ്റിന് വേണ്ടി എപ്പോഴും സന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സാംസണൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് റെഡക്സുമായിട്ടുള്ള ഒരു ഫൈറ്റ് എടുക്കാനായിട്ട്. ആഷസ് ഇവരിൽ അവിടെ ഇവോ പ്രിൻസിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ആഷസ് ക്യാപ്റ്റനെ അവിടെ ഇവോ FC സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. FCനെ ആഷസ് വെനം അവിടെ ഡൗൺ ചെയ്തിരിക്കുന്നു. അതോടുകൂടി ആ ഫൈറ്റ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ റെഡക്സും വാർഗോഡും തമ്മിലുള്ള ഫൈറ്റ് ഓൺ ആയിരുന്നു. അപ്പോൾ സാംസൺ ഒന്ന് ഡൗൺ ആയിരുന്നു. സാംസൺ അവിടെ റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. NOTയിലെ മെമ്പേഴ്സ് ആൻഡ് LX തമ്മിലുള്ള ഫൈറ്റ് ഇതുവരെ ഓൺ ആയിട്ടില്ല. അതേമാതിരി ടീം നമ്പർ 19 നമ്മുടെ F1 ടീമിൻ്റെ ഫൈറ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. F1ലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ ഹെൽമെറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ട് സീറോ ടീമിനെ കാണുന്നുണ്ട്. എന്താണ് നല്ല ലാഗ്, കട്ട ലാഗാണ്. V4Mലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ ഓടി നടക്കുന്നുണ്ട്. വണ്ടിയൊക്കെ എടുത്ത് ഓടുന്നുണ്ട്. V4Mലെ സോൾട്ടി അവിടെ F1 ഹിറ്റ് C10ൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. C10 ആണോ CID ആണോ എന്നറിയത്തില്ല. എന്തായാലും ഗൈസ് CID എന്ന് വിശ്വസിക്കാം, അല്ലെ C10 എന്ന് പറയാം. അപ്പോൾ റെഡക്സിലെ മെമ്പേഴ്സ് വീണ്ടും അവിടെ വാർഗോഡിലെ മെർമനെ ഡൗൺ ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാർഗോഡിൻ്റെ ഫൈറ്റ് അവിടെ ഛന്നം പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാർഗോഡിലെ അവർക്ക് മെർമനെ അവർക്ക് ആദ്യം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ
ഏസറിനെ നോക്കാം. ഏസർ അവിടെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ്. കിൽ റാറ്റിന് അവിടെ നല്ല ഡാമേജ് കൊടുത്തു. അപ്പോൾ കിൽ റാറ്റ് അല്ല, സാംസൺ ആണ് വീണത്. അപ്പം 2 നോക്ക് കിട്ടിയിട്ടുണ്ട്, ഒരാൾ കില്ലും ആയിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് റെഡക്സിലെ മെമ്പേഴ്സ് അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. വാർഗോഡ് ടീമുമായിട്ടുള്ള ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ ഏസർ ഇപ്പോഴും ഓടി ചെല്ലുകയാണ്. കിൽ റാറ്റ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ബാക്കി മെമ്പേഴ്സ് ലെവൻഡർ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാംസണെ. അപ്പോൾ ലെവൻഡറിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. PB ആൻഡ് ഏസർ അവിടെ ഓടി ചെല്ലുന്നേ ഉള്ളൂ. നമ്മുടെ സോൾ റെഡക്സ് ആണ് ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്നത്. സോൾ റെഡക്സ് കയറി ചെല്ലുന്നുണ്ട്. സോൾ റെഡക്സുമായിട്ടുള്ള ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അവർ നേരെ മേളിൽ കയറിയിട്ടുണ്ട്. അപ്പം V4 ZRM ഡ്രാക്ക് എംപറും V4 ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം നെയ്ഡൊക്കെ ഇടാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പം ബാക്കിൽ കൂടെ അടി വരുന്നുണ്ട് അവർക്ക്. അപ്പോൾ വാർഗോഡ് ലെവൻഡർ അവിടെ കയറി ചെന്ന് ലെവൻഡറിനെ സ്പോട്ട് ചെയ്ത് നമ്മുടെ ഏസർ ഡൗൺ ചെയ്തിട്ടുണ്ട്. കിൽ റാറ്റ് അവിടെ ഓടി വരുന്നുണ്ട്. കിൽ റാറ്റ് സാംസൺ അവിടെ വീണ്ടും ഡാമേജ് ഇടുന്നു. നമ്മുടെ ഏസറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സോറി, ഇപ്പം നമ്മുടെ സോളിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇബിലീസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏസറിൻ്റെ അടുത്തേക്കാണ് അടുത്ത ചേരിക്കും. വാർഗോഡ് കിൽ റാറ്റ് അവിടെ ഏസറിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഇനി ഇബിലീസ് മാത്രം. അപ്പോൾ ഇബിലീസിനെ നോക്കുകയാണെങ്കിൽ ഇബിലീസ് അവിടെ റിവൈവ് ചെയ്യുമോ എന്നറിയത്തില്ല. ഇബിലീസ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഇബിലീസ് അവിടെ ഓടി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇബിലീസുമായിട്ടുള്ളൊരു ഫൈറ്റ് ഓണാണ്. അപ്പോൾ തൽക്കാലം ബാക്കിൽ കൂടെ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കിൽ റാറ്റ് സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ കിൽ റാറ്റിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. റെഡക്സ് ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് വാർഗോഡ് മെമ്പേഴ്സ്. എന്തായാലും നമ്മുടെ ടീം നമ്പർ 11 SN4 അവിടെ തേർഡ് പാർട്ടി എടുക്കാൻ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. SN4 അവിടെ മനോഹരമായിട്ട് തേർഡ് പാർട്ടി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാർഗോഡിലെ മെമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് SN4 മെമ്പേഴ്സിൻ്റെ തേർഡ് പാർട്ടി കാരണം. അപ്പോൾ അതേമാതിരി തന്നെ നമ്മുടെ SN4 മെമ്പേഴ്സിനെ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ അടിക്കുന്നുണ്ട്. ബ്ലൈൻഡ് ടീമും സീനിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ടീം SN4 ബ്ലൈൻഡിലെ ഇവോസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. SN4 ബിലീവേഴ്സ് എന്തായാലും ബ്ലൈൻഡിലെ ബാക്കി ID ഓടി ചെല്ലുന്നുണ്ട്. ബ്ലൈൻഡ് വില്യംസ് എല്ലാം വാർഗോഡിൻ്റെ അടുത്തു നിന്ന് മാറി SN4ലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പ്രോ T1 ആൻഡ് ഓൺലി T കോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം T കോഡിലെ മെമ്പേഴ്സിനെ അപ്പോൾ ബ്ലൈൻഡ് അവിടെ ID നമ്മുടെ TNXലെ SN4 മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് വില്യംസ് ഒക്കെ നല്ല ഫയറാണ് അവിടെ കടന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല. ബിലീവർ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെമ്പേഴ്സിനെ. അപ്പം ടാർഗറിന് അവിടെ വീണിട്ടുണ്ട്. ടാർഗറിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ കട്ട ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ട ഫൈറ്റ് അപ്പുറം ഇപ്പുറമായിട്ടൊക്കെ കട്ട ഫൈറ്റ്. നമ്മുടെ ബ്ലൈൻഡിലെ IDനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് വില്യംസ് അവിടെ ഡൗൺ ആണ്. വൈൻ വില്യംസ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഇവോസ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഒരു പൂരപ്പരമ്പാണ് ഇവിടെ നിൽക്കുന്നത്. തൽക്കാലം SN4 മെമ്പേഴ്സ് എല്ലാം ബ്ലൈൻഡിനെതിരെ ബ്ലൈൻഡിലെ ഡാഡി മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. ഡാഡിയായിട്ടുള്ള ഫൈറ്റ് കൂടെ എടുക്കുന്നത്. ബ്ലൈൻഡ് ടാർഗറ്റിനെ അവിടെ കയറി ചെന്ന് ബ്ലൈൻഡിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ടീം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. SN4 മെമ്പേഴ്സ് എല്ലാവരും ജീവനോടുണ്ട്. ബാക്കി ബ്ലൈൻഡ് ടീം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് അവിടെ തേർഡ് പാർട്ടി എടുക്കാൻ ചെന്നത് അവർക്ക് തിരിച്ചടിച്ചിട്ടുണ്ട്. എന്തായാലും പ്രോ MTXനെ സ്പെക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. MTX ഒക്കെ അവിടെ സോണിൽ കയറാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. MTXലെ മെമ്പേഴ്സിന് വണ്ടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. MTXലെ ഗോട്ടി അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗോട്ടി അവിടെ എല്ലാവരും ഹെൽത്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം ഡൗൺ ചെയ്ത് കില്ലുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സോണിൻ്റെ ഡാമേജ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അവർക്ക്. വണ്ടി കിട്ടിയിട്ടില്ല. MTX ടീം അവിടെ ഓടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വണ്ടി തൊട്ടടുത്ത് തന്നെ കിടക്കുന്നത് കാണുന്നുണ്ട്. എന്താണ് ഗ്ലിച്ചാണെന്ന് അറിയത്തില്ല. എന്തായാലും ആ വണ്ടി അവരെടുക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അവർ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആഷസ് മെമ്പേഴ്സ് ഫിനിക്സ് ടീമിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ആഷസ് ആൻഡ് ഫിനിക്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ആഷസ് ക്യാപ്റ്റനെ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതോടെ തന്നെ PUBG നമുക്ക് പണി തന്നിട്ടുണ്ട്. PUBG ആസ് യൂഷ്വൽ ഹാങ് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് PUBGയിലേക്ക്. ഇപ്പോൾ ഫിനിക്സ് ക്ലാൻ പ്രൈസ് മണി ടൂർണമെൻറ്റ് കമ്മിങ് സൂൺ. ഗെറ്റ് റെഡി ഗൈസ്. അപ്പോൾ നമ്മുടെ ജോക്കർ എത്തിയിട്ടുണ്ട് സ്ട്രീമിൽ. ജോക്കർ പറയുന്നുണ്ട് ഫിനിക്സ് ക്ലാൻ പ്രൈസ് മണി ടൂർണമെൻറ്റ് കമ്മിങ് സൂൺ. അപ്പം നമ്മുടെ ഒരു അനൗൺസ്മെൻ്റ് ആണ് നമ്മുടെ ജോക്കർ അവിടെ നടത്തിയിരിക്കുന്നത്. പ്രൈസ് മണി ടൂർണമെൻറ്റ് റീസെൻ്റ്ലി നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആണ്. ഫിനിക്സിനെ കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ലൈക്ക് ആൻഡ് സബ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ജോക്കർ. എന്തായാലും നമുക്ക് ജോക്കർ നല്ല സപ്പോർട്ടാണ് തരുന്നത്. ഫൈറ്റിന് T കോഡ് ഫൈറ്റിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും T കോഡിന് ഫൈറ്റിന് ഇപ്പോൾ തൽക്കാലം ചാൻസ് ഇല്ല ബ്രോ. എന്തായാലും T കോഡിലെ മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് നമ്മൾ കാണിച്ചു. T കോഡിനെ ഒന്ന് കാണിക്കാം. ഷുവറായിട്ട് ബ്രോ T കോഡിനെ കാണിക്കാം. നമ്മൾ കയറി ചെല്ലുന്ന അനുസരിച്ച് T കോഡിനെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ T കോഡും ഇവരും തമ്മിലുള്ള ഫൈറ്റ് എന്തുവായി എന്ന് അറിയാനാണ്. അപ്പോൾ സോൺ നമുക്ക് കാണാം. സോൺ എന്തോ മോശമാണെന്ന് അറിയത്തില്ല. എന്തായാലും T കോഡിനെ കാണിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ അപ്പം നമ്മുടെ കാണാനും പറ്റില്ല എനിക്ക്. അപ്പോൾ നമ്മുടെ ആഷസിലെ മെമ്പേഴ്സിൻ്റെ അവിടെ ഓൾ ചാറ്റിലിട്ട് നമുക്കിത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആഷസിലെ മെമ്പേഴ്സ് അവിടെ എനിക്ക് തോന്നുന്നു ഫിനിക്സിൻ്റെ മെമ്പേഴ്സിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സോൺ ക്ലോസിങ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാക്കി മെമ്പേഴ്സ് T കോഡിൻ്റെ അടുത്തേക്ക് പോകാം. T കോഡിലെ മെമ്പേഴ്സ് ഇതുവരെ ഫൈറ്റ് ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല. നമ്മുടെ WTF മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. F1ൻ്റെ ടീം മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ്. WTFലെ ജിപ്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. T കോഡ് ഇതുവരെ ഫൈറ്റ് ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല ബ്രോ. ഇതുവരെ
ZRM ടീമിലെ മെമ്പേഴ്സും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ZRM ടീം F1 വേഴ്സ് WTF ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. WTFിലെ ഗ്ലിച്ച് ജിപ്സി എല്ലാം അവിടെ ഡൗൺ ആയിട്ടുണ്ട്. OP കമൻട്രി ബ്രോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു സന്ദീപ് നീലമന, എന്തായാലും താങ്ക് യു ബ്രോ. അതോടൊപ്പം തന്നെ നമുക്ക് WTFിനെ നോക്കുകയാണെങ്കിൽ WTFിലെ മെമ്പേഴ്സ് അവിടെ ഒരു മെമ്പേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം WTF ഗ്ലിച്ച് അവിടെ ഓൾമോസ്റ്റ് ഡൗൺ ആയിട്ടാണ്. ZRM ടീമിനെ തൊട്ടടുത്ത കോമ്പൗണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. F1ലെ മാഡ്മാൻ അവിടെ ഓടി നടക്കുന്നുണ്ട്. F1ലെ CID ആണോ C10 ആണോ എന്നറിയത്തില്ല. എന്തായാലും ആശാമാർ LX ടീം അവിടെ SN4 ഫൈറ്റ് എടുക്കുന്നു. LX നൈപ്സ് അവിടെ SN4ലെ ബിലീവറിനെയും SN4ലെ വേറൊരു മെമ്പറിനെ അവിടെ ഡൗൺ ചെയ്യുന്നതായിട്ട് നമുക്ക് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ SN4 ഫൈറ്റ് അവിടെ നടക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ SN4 മെമ്പേഴ്സ് അവിടെ കയറി ലൂട്ട് എടുക്കാൻ കയറി ചെന്നാണ് എന്തായാലും ടാർഗറ്റിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു. എന്തായാലും ആ ഫൈറ്റ് ജസ്റ്റ് ഒന്ന് ഓവറോളിൽ പോയിട്ട് ഏതൊക്കെ ടീം ഫിനിഷ് ആയിരുന്നു നോക്കിക്കോട്ടെ. അപ്പോൾ ഫിനിക്സ് ടീം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. PX ടീം ഫിനിഷ് ആയിട്ടുണ്ട്. റെഡക്സ് ടീം ഫിനിഷ് ആയിട്ടുണ്ട്. 1X B4M EVO ബ്ലൈൻഡ് ആൻഡ് LMX ടീമാണ് ഇതുവരെ ഫിനിഷ് ആയിട്ടുള്ളത്. ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ ലൈവായിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരും സോണിനുള്ളിൽ കയറിക്കൊണ്ടിരിക്കും. 3-4 ടീമുകളോളം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. 3-4 ടീമുകൾ തമ്മിലുള്ള ZRM റീപ്പ് വീണ്ടും അവിടെ റോഡ് റേസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ടീമിനെ കൂടെ ഇവിടെ വരുന്നുണ്ടായിരുന്നു. യെസ്, NOT ടീം കൂടെ അവിടെ ഈ സീനിൽ കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ 4 ടീമുകൾ തമ്മിലുള്ള ഫൈറ്റ് മനോഹരമായിട്ട് തന്നെ നടത്താൻ ഉള്ള ചാൻസ് ഞാൻ അവിടെ കാണുന്നു. എന്തായാലും മാഡ്മാൻ അവിടെ ഒരു സ്പോട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ZRMലെ മെമ്പേഴ്സ് 4 സ്പോട്ട് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാ ടീമിനെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. WARGOD ഒന്ന് പോയേക്കാം. WARGOD മെമ്പേഴ്സ് എന്തോ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുത്തേക്കാം. WARGOD ഹബീബി എല്ലാം അവിടെ ചെറിയൊരു ക്യാമ്പിങ്ങിലൊക്കെയാണ്. അവർ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ ഫൈറ്റ് ഒന്നും എടുക്കാതെ തൽക്കാലം നിൽക്കുന്നു. അവർ തികച്ചും സോണിനുള്ളിലായതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജസ് ആണ് അവരവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരട്ടെ, വന്ന് കയറട്ടെ, നമ്മൾ ഇടിച്ച് കൊടുക്കാമെന്ന് കരുതിയാന്ന് തോന്നുന്നു. WARGOD മെമ്പേഴ്സ് എല്ലാം അവിടെ നിൽക്കുന്നത്. നമ്മുടെ ജീൻ ആൻഡ് ഡൈവൽ സ്കോച്ച് ആൻഡ് ഹബീബി അവിടെ സെറ്റായിട്ട് ആഷസ് മെമ്പർ അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. AKC മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. സ്റ്റോണർ ബ്രൂട്ടൽ എല്ലാം അവിടെ ഓടിക്കയറുന്നുണ്ട്. അപ്പോൾ ZRM ടീമിൻ്റെ അടുത്താണ് തൽക്കാലം ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. F1 ടീം ZRM SN4ലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ്. അവിടെ മോളിയൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ZRMലെ മെമ്പേഴ്സ് ക്ലോസിങ് ചെയ്യുന്നുണ്ട്. ZRM റീപ്പൊക്കെ അവിടെ ടീം നമ്പർ 19 അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ 19ലെ മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ ZRM റീപ്പിനെ നോക്കാം. റീപ്പ് അവിടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റീപ്പ് അവിടെ മാക്സിമം കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അടുത്ത് TPP ഒക്കെ എടുത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും എന്താ സംഭവം എന്നറിയത്തില്ല. അപ്പോൾ ഇവിടെ മെമ്പേഴ്സിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോപ്പിലാണെന്ന് തോന്നുന്നു. യെസ്, ടോപ്പിലായിരുന്നു. അപ്പോൾ ഒരു മെമ്പറിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ZRM റീപ്പ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ തൊട്ടടുത്ത് തന്നെ ZRM റീപ്പിനെ ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്ത് F1ലെ മാഡ്മാൻ അവിടെ ഫിനിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാഡ്മാൻ അവിടെ നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മാഡ്മാൻ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാഡ്മാൻ്റെ ഫയറിങ് അവിടെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ 19ലെ ബാക്കി മെമ്പേഴ്സ് ZRM ടീമിനെ 2 പേരെ അവർക്ക് ഡൗൺ ചെയ്യാൻ സാധിച്ചു. ഗോളം മാത്രമേ ബാലൻസ് ഉള്ളൂ. ബ്രൂട്ടൽ ടീം അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. DEC ടീമിലെ മെമ്പേഴ്സുമായിട്ട് ബ്രൂട്ടൽ ടീം അവിടെ ഫൈറ്റ് എടുക്കുന്നു. സ്പെക് ഫിനിക്സ് എന്ന് പറയുന്നുണ്ട്. ഫിനിക്സ് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ സംഭവം ഹാങ് ആയ സമയത്ത് എന്തായാലും ഫിനിക്സ് ഫിനിഷ് ആയിട്ടുണ്ട്. WTF ആക്സി അവിടെ തേർഡ് പാർട്ടി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 19ലെ മെമ്പേഴ്സിനെയൊക്കെ ഓരോന്നായിട്ട് ഡൗൺ ചെയ്യാണ്ടിരിക്കുക. NOT ടീം ഇതൊക്കെ കണ്ടിട്ട് അവിടെ വളഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെമ്പേഴ്സിനെ വളഞ്ഞിട്ടടിക്കാനുള്ളൊരു സെറ്റപ്പിലാണ് എന്തായാലും NOT ടീം. WTFിലെ മെമ്പേഴ്സ് അവിടെ തേർഡ് പാർട്ടി അടിക്കുന്നുണ്ട്. ZRMലെ ഡാർക്ക് അവിടെ നിൽക്കുകയാണ്. ഗോളം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസേ ഉള്ളൂ. SN4 അവിടെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗ്രൗണ്ട് സീറോ ആയിട്ടുള്ള ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി ആഷസ് ടീം ആൻഡ് MTX ടീം അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ട് WARGODലെ സാംസൺ അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. MTXിലെ മെമ്പേഴ്സ് ഇപ്പോഴും ബൈ ഫൂട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അവർ ഓടി എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫൈറ്റിംഗ് നിലയ്ക്കുന്നില്ല. ഈ ഫൈറ്റിന് ഒരു അന്ത്യവുമില്ല. അപ്പം ടീം നമ്പർ 19 വേഴ്സ് 11 വേഴ്സ് 17 വേഴ്സ് 7 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. SN4 അവിടെ മാഡ്മാക്സ് GCനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. SN4ലെ മെമ്പേഴ്സ് നമുക്ക് ഈ ഫൈറ്റിൽ നിന്നൊന്ന് വ്യത്യസ്തമായ ഒരു ഫൈറ്റിലേക്ക് പോകാം. ജസ്റ്റ് SN4 അതിപ്പം ഫൈറ്റ് നിന്നിട്ടുണ്ട്. ആ ഫൈറ്റ് അവിടെ നിന്നിട്ടുണ്ട്. അപ്പം ബാക്കി പറയുകയാണെങ്കിൽ SITULലെ പ്ലേയേഴ്സ്, ബ്രൂട്ടലിലെ പ്ലേയേഴ്സ് തൊട്ട് സൈഡിലായിട്ട് ഒരു പാലമൊക്കെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. ബെയിൻ അവിടെ ZRM ഡാർക്കിൻ്റെ കില്ല് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും WTF മെമ്പേഴ്സ് ഇപ്പോഴും മാക്സിമം അവിടെ നിന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എന്ത് വന്നാലും അവിടെ കില്ല് കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ്. എന്തായാലും WTF മെമ്പേഴ്സ് തൊട്ടടുത്ത് നോക്കുകയാണ്. വേറെ ഫയറിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് ബാക്കിലായിട്ടാണ്. അതെവിടെയാണ് ഫയറിംഗ് എന്ന് നോക്കാം. ഓക്കെ, SN4ലെ മെമ്പേഴ്സാണ്. SN4ലെ ഫൈറ്റിങ്ങിലേക്ക് പോകുമ്പോഴേക്കും ഹോഗ് റൈഡറിനെ ഒക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാനുള്ള ശ്രമത്തിലാണ് SN4 മെമ്പേഴ്സ്. SN4ലെ നമ്മുടെ ടാർഗേറിയൻ ആൻഡ് നമ്മുടെ ടോർഗ് BTC ആണ്. മാഡ്മാക്സ് GC അവിടെ ഡൗൺ ആയിട്ടുണ്ട്. കില്ലും അവിടെ ഓടി ചെല്ലുന്നുണ്ട്. മാഡ്മാക്സിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിൽ റെയിൻ GC ഒക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഹോഗ് റൈഡർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവർ തമ്മിലുള്ള ഫൈറ്റ് എപ്പോൾ വേണമെങ്കിലും അടുത്തടുത്തായിട്ട് തന്നെ നടക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇനി നോക്കുവാണെങ്കിൽ ടീ ഗോഡിൻ്റെ അടുത്തേക്ക് ആരും കയറി വരുന്നില്ല. സോൺ അടുത്തൊന്ന് ഫോം ആകുമ്പോൾ അപ്പോൾ ഈ ഷിഫ്റ്റൊക്കെ കാണാം, മെമ്പേഴ്സ് എല്ലാം ഒന്ന് മാറുന്ന കാണാം. അടുത്ത സോണിനോട് കൂടി തീരുമാനം അറിയാം നമുക്ക് ആരൊക്കെ തമ്മിലുള്ള ക്ലോസിനാവും, ആരൊക്കെ തമ്മിൽ അടിയില്ല. അപ്പോൾ ഇത്രയും വലിയ സോണിൽ ഇതുവരെ 13 ടീമുകളിലായിട്ട് 40 പേരല്ലേ വേണ്ട. ആഷസിലെ മെമ്പേഴ്സ് അവിടെ സ്പ്രേ എടുക്കുന്നുണ്ടായാലും അപ്പോൾ സോൺ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. MTX ടീമിന് ആഷസിനും ടീ ഗോഡിനും LX ടീമിനും എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. AKC ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. വാർഗോഡ് സാംസൺ അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ F1 മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഡ്രോപ്പൊക്കെ എവിടെ നിന്ന് വന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോകാം. നമ്മുടെ ZRM ടീമിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ ZRM ഗോളിനും ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. NOT പോയിസൺ അവിടെ കയറി ചെല്ലുന്നുണ്ട്. NOT പോയിസനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പോയിസണും ZRM ഗോളിനും തമ്മിലുള്ള ഫൈറ്റ് എപ്പോഴെങ്കിലും നടക്കാൻ മേളിൽ നിൽക്കുന്നേ ഉള്ളൂ. പോയിസൺ ആൻഡ് ZRMലെ മെമ്പർ MPK വെച്ചൊക്കെ നിൽക്കുകയാണ് ആശാൻ ഇപ്പോഴും. അപ്പം ഗായ്സ്, ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ടീ ഗോഡ് എവിടെയാണ് ബ്രോ? ടീ ഗോഡിനെ കാണിച്ചായിരുന്നല്ലോ ബ്രോ. ടീ ഗോഡ് അപ്പോൾ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. LX സ്നൈപ്സ് ആൻഡ് ആഷസ് തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. LXലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. ആഷസ് സിവിൽ 1 HP നിൽക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ചാടുന്നതും അവിടെ ഫയർ കിട്ടുന്ന ചാൻസ് ഉണ്ട്. ആഷസിലെ മെമ്പർ LXലെ ARLനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആഷസ് ടീമിനെ അവിടെ LX ടീം കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാതി ഫയറിംഗ് ആയിരുന്നു LX ടീമിൻ്റെ. അപ്പോൾ ടീ ഗോഡ് ടീം അവിടെ സോണിലേക്ക് കയറി. ടീ ഗോഡ് ടീം അവിടെ എത്തുന്നുണ്ട്. ടീ ഗോഡ് ടീമിന് തൊട്ടടുത്തൂടെ വണ്ടിയെ പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ടീ ഗോഡിലെ മെമ്പേഴ്സ് നമ്മുടെ ടീ ഗോഡ് സ്കോച്ചിൻ്റെ ഡയലോഗ് ഒക്കെ അടുത്ത് കയറി ചെല്ലുന്നുണ്ട്. ടീം നമ്പർ 16 അടുത്തേക്കാണ്. 16ലെ മെമ്പേഴ്സ് അവിടെ കാണുന്നുണ്ട്. 16സുമായിട്ട് ഒരു ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചേസിങ് ഫൈറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഡാമേജ് ഒക്കെ കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡയലോഗ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ടീം നമ്പർ 23 അവിടെ റീഗ്രൂപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ZRM അവിടെ NOT നിക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ZRM ആൻഡ് NOT തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. ടീ ഗോഡ് ടീം അവിടെ നേരെ ബ്രൂട്ടൽ ടീമിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. ബ്രൂട്ടൽ മെമ്പേഴ്സ് അടുത്ത് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രൂട്ടൽ ഹബീബിയൊക്കെ അവിടെ ചെന്ന് പെട്ടിട്ടുണ്ട്. എന്തായാലും തൽക്കാലം അപ്പോൾ ടീ ഗോഡിലെ മെമ്പേഴ്സ് ആൻഡ് ബ്രൂട്ടൽ ടീം തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ടീ ഗോഡിൻ്റെ ഫൈറ്റിൽ ടീ ഗോഡിന് വേണ്ടി കാത്തിരിക്കുന്ന ടീ ഗോഡ് ടീമിൻ്റെ മെമ്പേഴ്സിന് വേണ്ടി നമുക്ക് കയറി ചെല്ലാം. അപ്പോൾ ടീ ഗോഡിലെ ഹബീബിയൊക്കെ അവിടെ ഓടി നടക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീ ഗോഡ് ഹബീബി അവിടെ സ്വന്തം ടീമിന് മോളിയൊക്കെ ഇട്ടതാണ്. അത് ബ്രൂട്ടൽ ടീമിനെതിരെ ബോൾ ഇട്ടതാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ടീ ഗോഡ് ഹബീബിയൊക്കെ അവിടെ ഓടിക്കയറി നിൽക്കുന്ന ബ്രൂട്ടലിലെ മെമ്പേഴ്സ് അവിടെ എല്ലാം മലപ്പുറത്തും പേരപ്പുറത്തും തട്ടുംപുറത്തും എല്ലാം കയറിയിരിപ്പുണ്ട്. അപ്പം ബ്രൂട്ടൽ ടീമുമായിട്ടുള്ള ഒരു ഫൈറ്റാണ് ഓൺ ആയേക്കുന്നത്. ടീ ഗോഡിൻ്റെ ടാസ് ബ്രൂട്ടൽ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്ത് ഹബീബിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടീ ഗോഡ് G9 അവിടെ കയറി ടാസ് ബ്രൂട്ടലിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. VC ബ്രൂട്ടൽ അവിടെ കയറി ചെല്ലുന്നുണ്ട്. VCയുമായിട്ടുള്ള ഫൈറ്റ് എപ്പോൾ വേണമെങ്കിലും നടക്കാം. അപ്പോൾ ഒരു കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. VC ബ്രൂട്ടലിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ട് ടീ ഗോഡിലെ മെമ്പേഴ്സ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീ ഗോഡിലെ മെമ്പേഴ്സ് ഡെഫി ബ്രൂട്ടൽ അവിടെ കയറി ചെന്നിട്ട് അപ്പോൾ എന്താണ് സംഭവം എന്നറിയത്തില്ല. അപ്പോൾ പിന്നെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീ ഗോഡ് മെമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് ഡൗൺ ആവുന്ന കാണുന്നുണ്ട്. അപ്പോൾ ടീ ഗോഡ് മെമ്പേഴ്സ് അവിടെ ബ്രൂട്ടൽ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ടീ ഗോഡിലെ ഹബീബിനെ അവർക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും ടീ ഗോഡ് സ്കോച്ച് ഡയബിളിക് ആൻഡ് G9 ചേർന്ന് 4 കില്ല് അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ബ്രോ F1 എന്ന് പറയുന്നുണ്ട്. ബ്രോ F1ലേക്ക് പോകാം. നമുക്ക് F1ൽ നമ്മളെ F1 CID മോട്ടോർ ഫിനിഷ് ആയെന്ന് തോന്നുന്നു. അപ്പം നോവ, ബെയിൻ ആൻഡ് ഫിറ്റ്മാൻ ഇപ്പോഴും ഉണ്ട്. ബാക്കി WTFലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിട്ട് കാണുന്നുണ്ട്. NOTയിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. NOT ടീം മെമ്പേഴ്സ് ആൻഡ് WTF മെമ്പേഴ്സ്. NOTനെ ഒരു ഫിനിഷ് ചെയ്തോ? എന്താണ് സംഭവം? അപ്പോൾ LX മെമ്പേഴ്സ് ബാക്കിലെത്തിയിട്ടുണ്ട്. AKC മെമ്പേഴ്സ് അവിടെ ബാക്കിലെത്തിയിട്ടുണ്ട്. LX ആൻഡ് AKC തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. LX മെമ്പേഴ്സിന് നോക്കാം നമുക്ക്. അപ്പം നമ്മുടെ ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ ഫിനിഷ് ആയിട്ട് അപ്പം LXലെ മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ LX ടീം അവിടെ മനോഹരമായിട്ട് ഫയർ കൊടുത്തുകൊണ്ട് LXൽ അവിടെ AKC ക്രൈലോനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ക്രൈലോക്കെതിരെ അവിടെ ഹൂളിഗൻ ഫയർ കൊടുക്കാൻ ശ്രമിച്ചിരുന്നത്. എന്തായാലും ക്രൈലോനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. LXലെ ARലൊക്കെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. തൊട്ട് പുറകിൽ ടീം നമ്പർ 9 ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ തേർഡ് പാർട്ടി എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൂളിഗനൊക്കെ അവിടെ ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജമ്പ് ചെയ്ത് താഴെ എടുത്തിട്ടുണ്ട്. ആരുമായിട്ടുള്ള ഫൈറ്റ് എടുക്കണം എന്ന് എന്തായാലും ആർക്കും അറിയത്തില്ല. അപ്പം ഇഷ്ടംമാതിരി ടീംസ് ഈ സോണിൽ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സബാവി ഏരിയയിൽ ഇഷ്ടംമാതിരി ടീംസാണ്. നമ്മുടെ AKC ടീമിനെ കാണാം, LX ടീമിനെ കാണാം. F1ലെ മാഡ്മാൻ അവിടെ മാഡ്മാൻ അവിടെ ഒരു WTFലെ ഒരു മെമ്പറിനെ എതിരെയാണെന്ന് തോന്നുന്നു. അതിൽ എന്തായാലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ട് മേളിൽ നോക്കുകയാണെങ്കിൽ MTX ടീം എത്തിയിട്ടുണ്ട്. അതേമാതിരി ഈ സൈഡിൽ വേറെ ടീമിനെയൊന്നും കാണുന്നില്ല. ടീം നമ്പർ 14 നമ്മുടെ SN4ലെ മെമ്പേഴ്സിനെ അവിടെ കാണാൻ സാധിക്കും. LXലെ മുമ്പ് AKC ബോസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ AKC മെമ്പേഴ്സുമായിട്ടും അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് LXലെ മെമ്പേഴ്സ്. LX ഹൂളിഗൻ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഹൂളിഗൻ മനോഹരമായിട്ട് തന്നെ കില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹൂളിഗൻ കയറി റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 16ലെ മെമ്പേഴ്സ് അവിടെ കില്ലേഴ്സിനെ എല്ലാം സ്പോട്ട് ചെയ്ത് നമ്മുടെ AKC മെമ്പേഴ്സിനെ ഓരോന്നോരോന്നായിട്ട് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. F1 മെമ്പേഴ്സ് അവിടെ മാക്സിമം ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചേസ് കില്ലറൊക്കെ അവിടെ ഡൗൺ ചെയ്യാൻ WTF ടീമുമായിട്ടുള്ള ഫൈറ്റും അവിടെ ഓണായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും തൊട്ടടുത്ത് തന്നെ ബാക്കി മെമ്പേഴ്സ് ടീ ഗോഡ് പൊളി എന്ന് പറയുന്നുണ്ട്.
ബാക്കി നമുക്ക് സോണിലേക്ക് നോക്കുവാണെങ്കിൽ സോൺ അവിടെ ഫോം ആവുന്നതനുസരിച്ച് അപ്പോൾ വീണ്ടും LXലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. LX മെമ്പേഴ്സ് നേരെ അവിടെ വണ്ടി എടുത്ത് മാറുന്നുണ്ട്. അപ്പം വണ്ടി എടുത്ത് ഒരു കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ F1ലെ മെമ്പേഴ്സ് ഉണ്ട്, WTF മെമ്പേഴ്സ് ഉണ്ട്. ആരെ സ്പെക്ക് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ബ്രോസ്. അപ്പോൾ ആരെ സ്പെക്ക് ചെയ്യണം നിങ്ങളൊക്കെ തന്നെ പറ, അപ്പം നമ്മൾ അതിനനുസരിച്ച് സ്പെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ LXലെ മെമ്പേഴ്സിനെ നമുക്ക് ആ കോമ്പൗണ്ടിൽ കാണാം. അതേമാതിരി WTF1 നേരത്തെ മുതലേ ആ കോമ്പൗണ്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. REDXലെ മെമ്പേഴ്സ് ഒന്ന് സ്ലോട്ട് മാറിയിട്ടുണ്ട്. SN4 അവിടെ മാറിയിട്ടുണ്ട്. WARGODലെ മെമ്പേഴ്സ് മലയുടെ മേളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ SN4 അവിടെ ബാക്കിൽ നിന്ന് നല്ല ഫയറിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. LXലെ മെമ്പേഴ്സ് അവിടെ LXARL SN4 ടാർഗോ BTസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LX സ്നൈപ്സ് അവിടെ WTF ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം LXലെ മെമ്പേഴ്സ് അവിടെ മനോഹരമായിട്ട് തന്നെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 നോക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ റോഡ് AC അവിടെ കയറി ആക്സിനെ റിവൈവ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും WTF ഗ്ലിച്ചൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ AKCയുടെ ക്രൈലോ മാത്രം ബാലൻസ് ശേഷിക്കുന്നുണ്ട്. ഓക്കെ ക്ലിൻറ്റൺ ബ്രോ C10 ആണല്ലേ? ഓക്കെ എന്തായാലും C10 അവിടെ സെറ്റായിരുന്നു. C10 മാത്രമേ ഫിനിഷ് ആയിട്ടുള്ളൂ. ബാക്കി കാരണം എനിക്ക് നമ്മുടെ ഇവിടെ ഒരു ഇത് കണ്ടതായിട്ട് ഓർക്കുന്നു CID എന്ന്. അതായിരിക്കും എന്തായാലും MTX ടീം അവിടെ വാർഗോഡ് ടീമുമായിട്ടുള്ള ഫൈറ്റ് എടുക്കാമെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയത്തില്ല. അപ്പം MTXലെ മെമ്പേഴ്സ് അവിടെ ഫയർ എടുത്തുകൊണ്ട് വാർഗോഡിലെ സാംസണുമായിട്ടുള്ള ഫൈറ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക്. WARGOD ടീമിന് തൊട്ടടുത്ത് തന്നെ കാണാനുണ്ട്. വാർഗോഡ് സാംസൺ അവിടെ നിന്ന് എന്തായാലും ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട്. അതേപോലെ AKC ക്രൈലോ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഹൂളിഗൻ അവിടെ ക്രൈലോനെ സ്പോട്ട് ചെയ്ത് ഫയർ എടുത്തുകൊണ്ട് ക്രൈലോനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഹൂളിഗൻ കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെ. LX മെമ്പേഴ്സ് അവിടെ AKC ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്യുക. അപ്പോൾ WTFലെ മെമ്പേഴ്സ് SN4 ടാർഗറ്റിനെ നോക്കുകയാണെങ്കിൽ ഒന്ന് വളഞ്ഞ് കയറാനുള്ള ശ്രമത്തിലാണ്. WARGOD ടീം അവിടെ സോണിനുള്ളിൽ കയറിയിട്ടുണ്ട്. വാർഗോഡ് സാംസൺ അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. MTX ടീമിൻ്റെ അടുത്തേക്കാണ് അടുത്ത നിഞ്ച OP ഒക്കെ അവിടെ ചെല്ലുന്നത്. MTXലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഫയർ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ MTSലെ ഒരു മെമ്പറിനെതിരെ കണ്ടിന്യൂസ് ഫയറിംഗ് ആയിരുന്നു. എന്തായാലും 1 HP ശേഷിക്കുന്നുണ്ട്. MTX ടീം അവിടെ നിഞ്ച OPനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി മെമ്പേഴ്സ് അവിടെ ബാക്കിൽ കൂടെ വരുന്നുണ്ട്. ബാക്കി കൂടെ ഫയർ കൊടുക്കാൻ എന്തായാലും നിഞ്ചയുടെ കില്ല് അവിടെ കൺഫേം ചെയ്യുമെന്നുള്ള ലക്ഷ്യത്തിലാണ്. ഈ റീഗൾ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MTXലെ ജോൺ ഗ്ലാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഹൂളിഗൻ അവിടെ മാക്സിമം കില്ലെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നടക്കുന്നില്ല. LX ടീം ഓൾറെഡി 12 കില്ലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്മോക്കും നേടുകളും ഒക്കെ ഇട്ട് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. LX ടീം അടുത്ത റഷിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത സ്മോക്കൊക്കെ ഇട്ട് കയറി ചെല്ലാൻ നമ്മുടെ റീഗളിനെ അവിടെ ദോഹ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോട്ടി അവിടെ കയറിയിരിപ്പുണ്ട്. അതേമാതിരി ജോൺ ഗ്ലാൻ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. MTX സ്പെക്ക് ചെയ്യുമോ? MTXനെ ഞാൻ ബ്രോ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി. അപ്പോൾ MTXൻ്റെ കാരണം നമുക്ക് സ്ട്രീം ഡിലേ ഉള്ള കാരണമാണ് നമുക്ക് ഇങ്ങനെ ലേറ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. എന്തായാലും MTXനെ അവിടെയൊക്കെ മനോഹരമായിട്ട് സ്പെക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് എന്തായാലും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. LXലെ മെമ്പേഴ്സ് അവിടെ ഉള്ളിലോട്ട് വേറൊരു കോമ്പൗണ്ടിലേക്ക് കയറി ചെല്ലുന്നു. തൊട്ടടുത്ത് തന്നെ നമുക്ക് WARGODനെ കാണാം. വാർഗോഡ് സാംസൺ അവിടെ വേറൊരു കോമ്പൗണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സും അവിടെ സോണിൽ കയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്ക്രീനിലേക്ക് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് മാറാം. ആഹാ എത്ര എല്ലാ കോമ്പൗണ്ടിലും ഓരോ പേരുകൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന കാണാൻ എന്ത് രസം. അപ്പോൾ WARGODലെ മെമ്പേഴ്സ് വാർഗോഡ് ആൻഡ് ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സാണ് ഇനി ശേഷിക്കുന്നത്. അപ്പോൾ മനോഹരമായ ഫൈറ്റിങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മേളിലെത്തിയിട്ടുണ്ട്. നമ്മൾ പറന്ന് മേളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സോൺ ക്ലോസിനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോൺ ക്ലോസിനാകുമ്പോൾ അടുത്തത് ഇനി ആർക്കൊക്കെയാണ് ഷിഫ്റ്റ് എടുക്കേണ്ടത് എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ അടുത്ത സോണിലേക്കുള്ള ഒരു പലായനം എങ്ങനെയായിരിക്കും? അപ്പോൾ ബാക്കി മെമ്പേഴ്സിന് WARGODനൊക്കെ ചെറിയ രീതിയിൽ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ്. എന്തായാലും വാർഗോഡ് ടീമിനോട് എന്തായാലും വാർഗോഡിലെ സാംസൺ അവിടെ ഒറ്റയ്ക്ക് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. MTXലെ മെമ്പേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് ഇതുവഴി റോഡിൻ്റെ ഇപ്പുറം കൂടെ കയറി വരുന്നുണ്ട്. പക്ഷേ ഓപ്പണിലാണെന്ന് എനിക്ക് തോന്നുന്നു. WARGOD സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇവരെ. WARGODലെ മെമ്പേഴ്സ് F1ലെ ബെയിൻ OP എന്ന് പറയുന്നുണ്ട്. അപ്പോൾ LX ടീം അവിടെ F1ൻ്റെ മാഡ്മാൻ്റെ അടുത്തേക്ക് കയറി പുഷ് ചെയ്യുന്നുണ്ട്. മാഡ്മാൻ്റെ അടുത്തേക്ക് കയറി ചെന്നിട്ടുണ്ട്. F1ലെ മാഡ്മാൻ അവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മാഡ്മാൻ അവിടെ ജമ്പ് ചെയ്ത് മാറാൻ ശ്രമിക്കുന്നുണ്ട്. മാഡ്മാന് നല്ല ഫയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മാഡ്മാൻ അകത്ത് കയറി പക്ഷേ ഡൗൺ ആയിട്ടുണ്ട്. LX സ്നൈപ്സ് അതെല്ലാം സ്പോട്ട് ചെയ്ത് അവനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റൊരു കോമ്പൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും മാഡ്മാനെ അവിടെ സ്പോട്ട് ചെയ്ത് മാഡ്മാൻ അവിടെ തന്നെ റിവൈവ് ആകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നോവയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ബെയിൻ അവിടെ ഇരിപ്പുണ്ട്. 6 കില്ലെടുത്തിട്ടുണ്ട് നമ്മുടെ F1 മെമ്പേഴ്സ്. എന്തായാലും F1 ബെയിൻ OP എന്ന് പറയുന്നുണ്ട് നമ്മുടെ ക്ലിൻറ്റൺ ജോൺ. അപ്പോൾ ക്ലിൻറ്റൺ ആണെന്ന് തോന്നുന്നു C10 അല്ലേ? ആണോ ക്ലിൻറ്റ? അപ്പോൾ LX മെമ്പേഴ്സ് MTX മെമ്പേഴ്സ് ആൻഡ് WARGOD മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ
ഓൺ ആയിട്ടുണ്ട്. ടി ഗോഡിലെ മെമ്പേഴ്സ് നല്ലൊരു ചെറിയ ടി ഗോഡ് സ്കോച്ചിനെ അവിടെ MTX ഗോട്ടി സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കോച്ച് അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ടി ഗോഡ് G9 വാർഗോഡ് സാംസണും അവരുടെ അടുത്തേക്ക് പതുക്കെ എത്തുന്നുണ്ട്. വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ടി ഗോഡിൻ്റെ. അതേമാതിരി LXലെ മെമ്പേഴ്സ് LX ഹൂളിഗൻ അവിടെ കണ്ടിന്യൂസ് ഫയറിംഗ് ആണ്. WTF മെമ്പേഴ്സ് അവിടെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. അവരെല്ലാം ഡൗൺ ആണ്, വെളിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ SN4 ടാർഗേറിനും അതേമാതിരി വെളിയിലാണ് നിൽക്കുന്നത്. ടാർഗേറിനും അവിടെ സോണി കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ നോവ ബെയിൻ ആൻഡ് F1 HT മാഡ്മാൻ ഹിറ്റല്ല F1 HT മാഡ്മാൻ. അപ്പോൾ സ്മോക്കുകളുടെ ഒരു നല്ലൊരു കൂമ്പാരം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്മോക്കുകളുടെ കൂമ്പാരത്തിലൂടെ ആര് കയറി വരുമെന്ന് അറിയത്തില്ല. ബെയിനൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ WTFലെ റോഡ്സിന് SN4 ടാർഗേറിനെ അവിടെ WTFലെ റോഡ്സിനെ ഡൗൺ ചെയ്തു. ഹോഗ് റൈഡർ അവിടെ ടി ഗോഡിലെ മെമ്പേഴ്സിനെ ഡൗൺ ചെയ്യുന്നു. ടി ഗോഡുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹോഗ് റൈഡർ MTX ടീമിനും ഇടയിൽ പെട്ടുപോയിരിക്കുകയാണ് ടി ഗോഡിലെ മെമ്പേഴ്സ് അടുത്തേക്ക് ക്ലോസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് MTX ടീം ആൻഡ് LX ടീം. അപ്പോൾ ടി ഗോഡിലെ ഡയബോളിക് മാത്രമേ ഉള്ളൂ. വാർഗോഡ് സാംസൺ അവിടെ കില്ലോ ഗ്രീസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കില്ലോ GC അവിടെ ഡൗൺ. WTF ഗ്ലിച്ച് അവിടെ പ്ലേ സോണിൽ പെട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹോഗ് റൈഡർ GC അവിടെ ബാക്കി വാർഗോഡിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടി ഗോഡ് ഡയബോളിക് മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. ടി ഗോഡിന് വേണ്ടി എക്സലൻറ്റ് സ്ട്രീമിംഗ് ബ്രോ, നൈസ് കമൻട്രി ആൻഡ് ടീം കവറേജ്, താങ്ക് യു ബ്രോ. അപ്പം എന്തായാലും ടോം തോമസ് അവിടെ മനോഹരമായിട്ട് എൻ്റെ സപ്പോർട്ട് കണ്ടുപിടിച്ചില്ലേ. അപ്പം എന്തായാലും താങ്ക് യു ക്ലിൻഡൻ. അപ്പോൾ WTF ആക്സി എന്തായാലും ആക്സി അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. WTFലെ ആക്സി അവിടെ കയറിയിട്ടുണ്ട്. F1 മാഡ്മാൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. LXലെ മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. LX ARലൊക്കെ അവിടെ കയറി ഫൈറ്റ് എടുക്കാൻ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ LX ടീമിലെ ARലെ നോക്കാം. ARൽ അവിടെ കയറി ചെല്ലുകയാണ് നമ്മുടെ ബാക്കി മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് എടുക്കാൻ. എന്തായാലും ബെയിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ARലെ മനോഹരമായ സ്പ്രേ ബാക്കി 2 മെമ്പേഴ്സിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവിടെ കില്ല് ചെയ്തിട്ടുണ്ട്. ARL എന്തായാലും മേളിൽ കൂടെ ഒരു ഫയറിംഗ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫയറിങ്ങിൽ എന്ത് സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും അകത്തേക്ക് കയറുന്നില്ല, ഹീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബെയിൻ LXലെ സ്നൈപ്സ് അവിടെ ഹോഗ് റൈഡർ SN4 ടാർഗറിനെ അവിടെ ഹോഗ് റൈഡറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാർഗറിനെ അവിടെ ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിനെ ഓരോന്നായിട്ട് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും മാഡ് മാക്സ് അവിടെ റേഞ്ച് GC ഒക്കെ അവിടെ ഹെൽത്ത് ഒക്കെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കില്ലു അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോഗ് റൈഡറിനെ. ബാക്കി നമുക്ക് ഫൈറ്റിലേക്ക് പോകാം. LX സ്നൈപ്സ് അവിടെ നോവനെ കൂടെ ഫിനിഷ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ F1 ടീമിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പം ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ടി ഗോഡിലെ ഡയബോളിക്ക് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ NTX മെമ്പേഴ്സ് എല്ലാം ഒരു കോമ്പൗണ്ടിലുണ്ട്. മാഡ് മാക്സ് GC 1 HPയിൽ അവിടെ ശേഷിക്കുന്നുണ്ട്. എന്തായാലും ഒരു മനോഹരമായ പ്രകടനമാണ് ബാക്കി എല്ലാ ടീമുകളും തമ്മിൽ നടന്നേക്കുന്നത്. അപ്പം LX ടീമിൻ്റെ മനോഹരമായ പ്രകടനം. LX ടീമിനെ നോക്കാം നമുക്ക്. 15 കില്ലാണ് അവർ ഇതുവരെ എടുത്തേക്കുന്നത്. SN4 ടാർഗറിയൻ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ സ്മോക്കോ നേടുകളൊക്കെ എടുത്തെറിയുന്നുണ്ട് SN4 ടാർഗറിയൻ. അപ്പോൾ SN4 ടാർഗറിയനെ സ്പോട്ട് ചെയ്യുക. ടി ഗോഡ് ഡയബോളിക്ക് അവിടെ MTXൽ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മെമ്പറിൻ്റെ കില്ല് അവിടെ WTF ആക്സി അവിടെ MTXൻ്റെ ഇതിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. WTF ആക്സി അതേമാതിരി റിഗാലിനെ സ്പോട്ട് ചെയ്ത് ഫയർ എടുക്കാനുള്ള ശ്രമത്തിലാണ്. അതേമാതിരി MTX ഗോട്ടിയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും MTXലെ മെമ്പേഴ്സ് അവിടെ മേളിലാണ് നിൽക്കുന്നത്. അപ്പോൾ SN4 ടാർഗറിയനെ LXലെ മെമ്പേഴ്സ് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് എല്ലാം അവിടെ ലൈവായിട്ടുണ്ട്. അതാണ് അവർക്കൊരു പ്ലസ് പോയിന്റ്. MTXലെ 3 മെമ്പേഴ്സ് ലൈവായിട്ടുണ്ട്. അവർക്കുള്ള പ്ലസ് പോയിന്റ് അവിടെയാണ്. ടി ഗോഡിലെ ഡയബോളിക്കിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സോണിൻ്റെ ഡാമേജ് ഇനി എടുത്തു തുടങ്ങിയിട്ടുണ്ട് ടി ഗോഡ് ഡയബോളിക്ക് എന്തായാലും. അപ്പോൾ ആരാദ്യം സോണിൽ കയറുമെന്നുള്ള അറിയത്തില്ല. എന്തായാലും LXലെ സ്നൈപ്സിനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഡൗൺ ചെയ്തായിരുന്നു. LX ARL അവിടെ സ്നൈപ്സിൻ്റെ അടുത്തേക്ക് കയറി ചെന്ന് റിവൈവ് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള അറിയത്തില്ല. എന്തായാലും ഡയബോളിക്ക് അവിടെ 1 HPയിൽ ശേഷിച്ചിട്ടുണ്ട് ടി ഗോഡിന് വേണ്ടി. അപ്പം റേഞ്ച് GC അവിടെ LXൻ്റെ സ്നൈപ്സിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. LX ARL അവിടെ ഹോഗ് റൈഡറിൻ്റെ മോളിയിൽ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത 3 ടീമുകൾ മാത്രം അത് ശേഷിക്കുന്ന ഇനി 3 ടീമുകൾ WTF ആക്സി MTXലെ 3 മെമ്പേഴ്സ്, ഗ്രൗണ്ട് സീറോയിലെ 4 മെമ്പേഴ്സാണ് ശേഷിക്കുന്നത്. അപ്പം MTX WTF ആൻഡ് ഗ്രൗണ്ട് സീറോ ആണ്. അപ്പോൾ ആരായിരിക്കും ജയിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക്? അപ്പോൾ എന്തായാലും 13 പേര് വാച്ചിങ് കണ്ടുപോകാൻ ഒരു പൊളിക്കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള ചാനൽ ലൈവുകൾ നമ്മൾ ഡെയിലി കൊണ്ടുവരുന്നതാണ്. അപ്പം അതിൽ നിങ്ങളുടെ എല്ലാം പാർട്ടിസിപ്പേഷൻ ഇതുപോലൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസിൽ വീണ്ടും പോകാം. അപ്പോൾ MTXലെ മെമ്പേഴ്സ് എപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. WTF ആക്സി എന്തായാലും അവിടെ സർവൈവ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ സോണിൻ്റെ ഡാമേജ് ഇനിയും MTX ടീമിന് അവിടെ മനോഹരമായിട്ട് കിട്ടാൻ നല്ലൊരു ഓപ്പൺ ഏരിയയാണ്. അപ്പോൾ ചാടിയാണ് വെട്ടിപ്പൊട്ടിരിക്കുകയാണ്. MTX ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഗ്രൗണ്ട് സീറോയുടെ ഫയറിങ് ഒന്നും പറയാനില്ല. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അങ്ങനെ ചിക്കൻ ഡിന്നറും കൊണ്ട് പോയിരിക്കുകയാണ്. 4-2 6-2 8 കില്ലോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ അവിടെ ഗ്രൗണ്ട് സീറോ എടുത്തിട്ടുണ്ട്. WTFലെ മെമ്പേഴ്സ് അവിടെ 2ാം സ്ഥാനത്തെത്തി. WTFലെ എന്തായാലും ആക്സി അവരെ 2ാം സ്ഥാനം വരെ എത്തിച്ചിട്ടുണ്ട് 2 കില്ലോട് കൂടി. അതേമാതിരി തന്നെ നമ്മുടെ ഇവർ പറയുകയാണെങ്കിൽ എന്ത് പറയാനാണ്, നമ്മുടെ
MTX ടീമിനെ പറയുകയാണെങ്കിൽ MTX റീഗാൾ ഒരു കില്ലെടുത്തത് 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ടി ഗോഡ് മെമ്പേഴ്സ് അവിടെ മനോഹരമായിട്ട് പൊരുതി 5 കില്ലോട് കൂടി ടി ഗോഡ് 4-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. LXലെ മെമ്പേഴ്സാണ് അവിടെ മനോഹരമായിട്ട് കളിച്ചതെന്ന് പറയാം. അപ്പോൾ 10, 14, 16 കില്ലോട് കൂടി 5-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. SN4 മെമ്പേഴ്സ്, SN4 ടാർഗേറിയൻ അവരെ എന്തായാലും 6-ാം സ്ഥാനം വരെ എത്തിക്കാൻ ശ്രമിച്ചു. 9 കില്ലോട് കൂടി 6-ാം സ്ഥാനത്ത് നിൽക്കുന്നു. F1 മെമ്പേഴ്സ് അവിടെ മോട്ടും മോശമല്ലായിരുന്നു, 7 കില്ലോട് കൂടി 7-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ F1ലെ മെമ്പേഴ്സ്. അപ്പോൾ വാർഗോഡിലെ കിൽ റേറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ വാർഗോഡ് കിൽ റേറ്റ് അവിടെ ഒക്കെ ആദ്യമേ ഡൗൺ ആയായിരുന്നു. അപ്പോൾ സാംസൺ അവരെ ഒറ്റയ്ക്ക് അവിടെ 8-ാം സ്ഥാനം വരെ എത്തിക്കാൻ സാധിച്ചു. 3 കില്ലാണ് അവരെടുത്തേക്കുന്നത്. AKC ടീമിലെ 3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. AKC ടീം അവിടെ 9-ാം സ്ഥാനത്ത് നമ്മുടെ LX ടീമിൻ്റെ അടുത്തുനിന്ന് എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും NOT അവിടെ 10-ാം സ്ഥാനത്താണ് എലിമിനേറ്റ് അയക്കുന്നത് 1 കില്ലോട് കൂടി. നമ്മുടെ ബ്രൂട്ടൽ ടീം 11-ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയിട്ടുണ്ട്. ZRM ടീം 12-ാം സ്ഥാനത്ത് എലിമിനേറ്റ് അയക്കുന്നത്. അതേമാതിരി തന്നെ ആഷസിലെ മെമ്പേഴ്സ് 13-ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആകുമ്പോൾ DEC മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്തായാലും 14-ാം സ്ഥാനത്ത് അവരും എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ 15-ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയപ്പോൾ 1 കില്ലാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. GC ഉയർ എന്ന് പറയുന്നുണ്ട്. ലിസ്റ്റോ എന്തായാലും ലിസ്റ്റോ നേരത്തെ എത്തിയിട്ടുണ്ട് നമുക്ക് സപ്പോർട്ടുമായിട്ട്. അപ്പോൾ റിയാസ് B4M എന്ന് പറയുന്നുണ്ട്. B4M ടീം അവിടെ 16-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ 17-ാം സ്ഥാനത്ത്. തേർഡ് പാർട്ടി അടിക്കാൻ പോയതിടത്തുനിന്ന് തേർഡ് പാർട്ടി കിട്ടി മരിച്ചു പോയിട്ടുണ്ട്. എന്തായാലും ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ 4 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ PB റോൾ റെഡക്സും വാർഗോഡിനും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ബ്ലൈൻഡ് ടീം തേർഡ് പാർട്ടി അടിച്ച് റെഡക്സിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി വാർഗോഡ് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവ ടീം അവിടെ 10-ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയപ്പോൾ 1X ടീം അവിടെ 20-ാം സ്ഥാനത്താണ് എലിമിനേറ്റ് ആയിരിക്കുന്നത്. അബ്സോർബർ ടീം PX ടീം 21-ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയി. LMXലെ മെമ്പേഴ്സ് 22-ാം സ്ഥാനത്താണ് എലിമിനേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റിസൾട്ട്സ്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പം ഇനിയും ലൈക്ക് അടിക്കാത്തവരും ഷെയർ ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ഗൈസ്.